ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സർവേയിങ്ങിലുള്ള തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ സർവേയിങ്ങിൽ പഠിച്ചത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ള ടൈപ്സ് ഓഫ് സർവേയിങ്, അതേപോലെ ചെയിനിങ്, പ്ലെയിൻ ടേബിളിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ആ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് മൊഡ്യൂൾ ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് മൊഡ്യൂൾസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് തിയററ്റിക്കൽ പോർഷൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരെന്ന് പറയുവാണെങ്കിൽ ലെവലിംഗ് എന്നാണ്. ലെവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ലെവൽ ചെയ്യുക. നമ്മളൊരു പ്ലേസ് കിട്ടി, ആ പ്ലേസ് അല്ലെങ്കിൽ ഒരു സർഫസ് കിട്ടി, ആ സർഫസ് ലെവൽ ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുക? നിങ്ങളൊരു ഒരു സാധാരണ ഒരാളായിക്കൊണ്ട് ചിന്തിക്കുക. എന്താണ് ലെവൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുക? നമ്മൾ നിരപ്പാക്കുക, അല്ലെങ്കിൽ ഒരേപോലെ നിർത്തുക, അല്ലെങ്കിൽ രണ്ട് സർഫസ് തമ്മിൽ, അല്ലെങ്കിൽ ഒരു സർഫസിലെ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ലെവലായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ലെവലിലാണോ ഇരിക്കുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലെവലിംഗ് എന്നുള്ള ടോപ്പിക്ക് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലെവലിങ്ങിനൊരു എക്സാക്റ്റ് ഡെഫിനിഷൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഈ ലെവലിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ പോയിൻറ്റ്സും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ മൈൻഡിൽ കയറ്റുക. എന്നാലും നമുക്ക് ഇതിൻ്റെ അടുത്തടുത്ത സ്ലൈഡുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം എടുത്ത് തന്നെ ഈ സ്ലൈഡുകൾ കാണാം, അതായത് ഈ വീഡിയോസ് കാണാം. ക്ലിയർ? എന്താണ് ലെവലിംഗ്? ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് ഹൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓൺ എബോവ് ഓർ ബിലോ ദ സർഫസ്. എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സർഫസാണ്. ഇവിടെ രണ്ട് പേര് നിന്നിട്ട് എന്ത് ചെയ്യാണ്? ലെവലിംഗ് നോക്കുകയാണ്. എന്തിൻ്റെ ലെവലിംഗ് ആണ് അവർ നോക്കണത്? അവരിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഏകദേശം ഈ ഒരു സർഫസിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു സർഫസിൻ്റെയോ ഒക്കെ ലെവലിംഗ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സർഫസിൻ്റെ ലെവലിംഗ് ആണെന്ന് വിചാരിക്കുക. ഏകദേശം ഞാൻ വരച്ച പോലല്ലേ ആ സർഫസ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലെവൽ നോക്കുക? ഇത് ഇപ്പോൾ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയാണ് നോക്കേണ്ടതെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്താണ് ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്, അതായത് റിലേറ്റീവ് ഹൈറ്റ്, ഇതൊരു ഹൈറ്റിലായിട്ടും ഇരിക്കുന്നത്, ഇതൊരു ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിലേറ്റീവ് ഹൈറ്റ്, രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് തമ്മിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇത് രണ്ടും ഇതിൻ്റെ അതേ സെയിം അളവിൽ പൊക്കി കൊടുത്താലേ നമുക്കിത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് ഹൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഒരു സർഫസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സർഫസിൻ്റെ താഴെയോ വരുന്ന രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് തമ്മിലുള്ള റിലേറ്റീവ് ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലെവലിംഗ് എന്ന് ഓർക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ലെവലിംഗ് എന്നുള്ളത് നിങ്ങൾ എവിടെ സർവേയിങ്ങിൻ്റെ ടോപ്പിക്കിൽ കേട്ടാലും നിങ്ങൾ എന്താണ് സർഫസിൽ തന്നെ ഇരിക്കരുത്, സർഫസിൽ നിന്ന് ഉയരെ, അതായത് ഒരു ഹൈറ്റ് എന്ന് വേണം ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഹൈറ്റ് എന്നുള്ള ടേമാണ് നിങ്ങൾ ലെവലിംഗ് എന്നുള്ള ഒരു ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ അടുത്ത് പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്. ലെവലിങ്ങിൻ്റെ ഇത് കാര്യമായി ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് ഈ ലെവലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ് ഈസ് ടു ഒബ്റ്റെയിൻ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് vertical distances of the points above or below the line of sight. ഓക്കെ, അതിനാദ്യം എന്താണ് ലൈൻ ഓഫ് സൈറ്റ്, അല്ലെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്, എന്താണ് വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് പോയിൻറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോന്നും ഓരോ ടേംസിൻ്റെ ഡെഫിനേഷനായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ഈ പ്രിൻസിപ്പിൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് നമ്മളെ ലെവലിംഗ് നോക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നിങ്ങൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വരും സ്ലൈഡുകളിൽ പഠിക്കാനുണ്ട്. ആ സ്ലൈഡുകളിൽ പറയുമ്പോൾ ഞാനൊന്നുകൂടി
ഡീറ്റെയിൽ ആയിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു തരും. ഈ വടി പോലെ നിൽക്കുന്ന ഈ സ്കെയിൽ പോലെയുള്ള ഇതാണ് നമ്മളെ ലെവലിംഗ് സ്റ്റാഫ്. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ ഈ പ്രിൻസിപ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഇത് പറയുകയാണ്. നമ്മൾ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് നമ്മളെന്താണ് ഇതിപ്പോൾ നമുക്ക് എവിടുത്തെ ലെവലിംഗ് പോയിൻ്റ് ആണോ കിട്ടുന്നത് അവിടെ ലെവലിംഗ് സ്റ്റാഫ് ഇരിക്കുന്നുണ്ടാവും. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നുള്ളൊരു അപ്പോൾ നമ്മൾ നോക്കുന്നത് ഹൊറിസോണ്ടലി ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്, നമ്മൾ നോക്കുന്നത് ഹൊറിസോണ്ടലി ആണ്. ഓക്കെ, അപ്പോൾ അത് ഹൊറിസോണ്ടൽ സൈൻ ഓഫ് സൈറ്റ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് വേർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ്സ് എബോവ് ഓർ ബിലോ ദ ലൈൻ ഓഫ് സൈറ്റ്, അതായത് നമ്മളെ ലൈൻ ഓഫ് സൈറ്റിൻ്റെ മുകളിലോ താഴെയോ ആയിട്ടുള്ള ഒരു വേർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഇത് ഡെഫിനേഷനായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെവലിംഗ്, അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റ് ഓഫ് ലെവലിംഗ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ലെവലിംഗ് എന്ന് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ സർവേയിങ്ങിൽ എവിടെയെങ്കിലും ലെവലിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വരേണ്ട ഒരു വേർഡാണ് ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറഞ്ഞു. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് സംതിങ് എലിവേഷൻ. ഓക്കെ, to find the elevation of a given point with respect to some assumed reference line. ഒരു അസ്യൂം ചെയ്യുന്ന ഒരു ഇതൊരു റെഫറൻസ് ലൈനാണെന്ന് വിചാരിക്കൂ. ഓക്കെ, അസ്യൂം ചെയ്യുന്ന ഒരു റെഫറൻസ് ലൈനിൽ നിന്നും ഒരു എലിവേഷൻ, ഒരു ഗിവൺ പോയിന്റിലോട്ടുള്ള എലിവേഷൻ കാണുന്നതിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മളൊരു ഹൈറ്റാണ്, അതൊരു ടൈപ്പ് ഓഫ് ഹൈറ്റാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിൽ വെച്ചായിരുന്നു. ആ ഹൈറ്റിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്, എലിവേഷൻ. ഓക്കെ, ആ ഹൈറ്റിനെ നമ്മൾ എലിവേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ലെവലിംഗ് ഒന്നും കൂടെ ഒന്നും കൂടെ നമ്മൾ അപ്ഡേറ്റഡ് ആയി, ഹൈറ്റ് മാറി, ഇപ്പോൾ എലിവേഷനായി. ഓക്കെ, അടുത്ത ഒബ്ജക്റ്റീവ് എന്താ വരുന്നത്, ടു എസ്റ്റാബ്ലിഷ് പോയിൻ്റ് അറ്റ് റിക്വേർഡ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം. ഓക്കെ, വീണ്ടും ഒരു പുതിയ വേർഡ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഈ ഡാറ്റം എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ടു എസ്റ്റാബ്ലിഷ് പോയിൻ്റ് അറ്റ് റിക്വേർഡ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം, ഈ ഡാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ റെഫറൻസ് ലൈനില്ലേ, ഈ റെഫറൻസ് ലൈനിനെയാണ് നമ്മൾ ഡാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഡെഫിനേഷനായി പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഡാറ്റം എന്നുള്ളതിൻ്റെ ഡെഫിനേഷനായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, ടു ഫൈൻഡ് ദി എലിവേഷൻ ഓഫ് ഗിവൺ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു സം അസ്യൂംഡ് റെഫറൻസ് ലൈൻ കോൾഡ് ഡാറ്റ. അടുത്തെന്താണ്, ടു എസ്റ്റാബ്ലിഷ് പോയിന്റ് അറ്റ് റിക്വേർഡ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റ. ഓക്കെ, ദെൻ ഇത് രണ്ടുമാണ് നമ്മളെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ഈ ലെവലിംഗ് അല്ലെങ്കിൽ ലെവൽ എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റിലെ ടേമാണ് ലെവൽ സർഫസ്. എന്താണ് ലെവൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സർഫസ് വിച്ച് ഈസ് പാരലൽ ടു ദ മീൻ സ്പിറോഡൽ സർഫസ് ഓഫ് ദ എർത്ത്. ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ ഇത് നമ്മളെ ഭൂമിയാന്ന് വിചാരിക്കുക, മീൻസ് നമ്മളെ എർത്താന്ന് വിചാരിക്കുക. ഓക്കെ, ഈ എർത്തിൻ്റെ സർഫസിന് പാരലലായിക്കൊണ്ട് ഈ എർത്തിൻ്റെ സർഫസിന് പാരലലായിക്കൊണ്ട് നമ്മൾ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെവൽ സർഫസ് എന്ന് വിളിക്കും. ഇപ്പം നമ്മൾ ഈ സ്ഫിറോയിഡൽ സർഫസിൻ്റെ ഇത്ര പോർഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ അതിങ്ങനെ വരും. അതിന് പാരലലായി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈനിന് എന്ത് പറയും, ലെവൽ സർഫസ്. ഓക്കെ, അപ്പോൾ അതാണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ലെവൽ ലൈൻ. ലെവൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇതാണ് നമ്മളെ സ്പിറോയിഡൽ സർഫസ്. ഈ സ്പിറോയിഡൽ സർഫസിൽ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വരച്ച ലൈനില്ലേ, അതാണ് ലെവൽ ലൈന്. ഈ സർഫസിനെ ലെവൽ സർഫസ് എന്ന് വിളിക്കും. അപ്പം ലെവൽ സർഫസിനകത്തുള്ള ഈ ലൈനിനെ നമ്മൾ പാരലലായി കിടക്കുന്ന ആ ലൈനിനെ നമ്മൾ ലെവൽ ലൈൻ എന്ന് വിളിക്കും. ക്ലിയർ? ഇനി അടുത്ത നമ്മുടെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ horizontal plane through a point is a plane tangential to the level surface. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മളെ സ്പിറോയിഡൽ സർഫസ്,
ഇതിന് പാരലലായിട്ട് വരുന്നതാണ് നമ്മുടെ ലെവൽ സർഫസ്. ഈ ലെവൽ സർഫസിൻ്റെ മേലെ നമ്മൾ ലെവലിങ്ങിന് വേണ്ടി വരയ്ക്കുന്ന ലൈനാണ് ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെന്താണ്, ഇതിന് ടാൻജൻഷ്യലായിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ എന്ത് പറയും? ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ ഓർക്കുക, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് കണ്ടോ നിങ്ങൾ? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലെവൽ ലൈൻ. ലെവൽ ലൈനിന് ടാൻജൻഷ്യലായിട്ട് വരുന്നത് ഹൊറിസോണ്ടൽ ലൈനും, അതേപോലെ തന്നെ നമ്മുടെ ടാൻജൻഷ്യൽ മീൻസ് ലെവൽ സർഫസിന് ടാൻജൻഷ്യലായിട്ട് വരുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ വേർഡ്സിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആകുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനും, ലെവൽ ലൈന് ടാൻജൻഷ്യൽ ആകുമ്പോൾ ഹൊറിസോണ്ടൽ ലൈനും. ഓക്കെ, ഇതൊരു ഫിഗറിലാവുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതിലുണ്ട് ഫിഗറെന്ന് തോന്നുന്നു, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഫിഗർ. ഇനി ഇതിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വരും സ്ലൈഡുകളിൽ പഠിക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ എർത്ത് സർഫസ്. ക്ലിയർ ആയോ? ഇതാണ് നമ്മളെ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മളെ സർഫസിന് പാരലായിട്ട് നമ്മൾ വരച്ചതാണ്, സ്ഫിറോയിഡൽ സർഫസിന് പാരലായി വരച്ചത് എന്താണ്? ലെവൽ സർഫസ്. അതും ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഹൊറിസോണ്ടൽ പ്ലെയിന്. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ലെവൽ മീൻസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വരിക. ക്ലിയർ? ഇനി അടുത്തത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഇതിനകത്ത് ഓക്കെ, ഇതിനകത്ത് വേറൊരു ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് ഇവിടെ ഇതാണ് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്, ഡാറ്റം എന്നുള്ളത് നമ്മളെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ പിന്നെ നമ്മൾ പഠിച്ചതായിട്ട് വരുന്നത് ഈ ലെവൽ സർഫസിൻ്റെ ഭാഗം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതായിട്ടുണ്ടാവുക. അതിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, ലെവൽ സർഫസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിലുള്ള കുറേ പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളതാണ്. മീൻസ് ബെഞ്ച് മാർക്ക്, അതേപോലെ തന്നെ ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്, ദെൻ ഡാറ്റം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ്. ഞാൻ വരും സ്ലൈഡുകളിൽ പറഞ്ഞുതരാം. ഇതിപ്പോൾ ലെവലിംഗ് കാണിച്ചേക്കുന്ന ജസ്റ്റ് ഒരു സർഫസാണ്, എർത്ത് സർഫസും അതേപോലെ തന്നെ ആ ഇൻസ്ട്രുമെൻറ്റും യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെയും അതേപോലെ തന്നെ ലെവൽ സർഫസിൻ്റെയും കൺസെപ്റ്റ് എന്നുള്ളതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഡാറ്റത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഒരു റെഫറൻസ് ലൈനാണ് ഡാറ്റം എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെവലിംഗ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് ആക്കിയിട്ട് നമ്മളൊരു പോയിൻ്റ്, നമ്മളിപ്പോൾ എന്തിൻ്റെയും ഹൈറ്റ് അല്ലെങ്കിൽ എന്തിൻ്റെയും എലിവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേസിൽ നിന്നുകൊണ്ടല്ലേ അത് എത്ര ഉയരത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അത് എന്ത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. ആ റെഫറൻസ് പ്ലെയിനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റം. അതുപോലെ തന്നെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് തന്നെയാണ് നമ്മളെ മീൻ സീ ലെവൽ, അതുപോലെ റെഡ്യൂസ്ഡ് ലെവൽ, ഇനിയുണ്ട് ബെഞ്ച് മാർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള എല്ലാം അങ്ങനെയാണെങ്കിൽ അതെല്ലാം തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും വായിച്ചത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ വീണ്ടും വായിച്ചങ്ങ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഡാറ്റം? ഇറ്റ് ഈസ് ആൻ ആർബിട്രറി ലെവൽ സർഫസ് ഫ്രം വിച്ച് എലിവേഷൻ ഓഫ് പോയിൻറ്റ്സ് മേ ബി റെഫേർഡ്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ആർബിട്രറി ലെവൽ സർഫസ് ആണ്. പിന്നെന്താണ്? ഇത് പോയിൻറ്റ്സിൻ്റെ എലിവേഷൻ എടുക്കുന്ന റെഫറൻസ് ലൈനാണ്. ഓക്കെ, ഇൻ ഇന്ത്യൻ മീൻ സീ ലെവൽ ഈസ് കൺസിഡേർഡ് ആസ് ഡാറ്റം ഓഫ് സീറോ എലിവേഷൻ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് as കറാച്ചി. ഇതിൽ കറാച്ചി എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള പ്ലേസിൽ ഡാറ്റം എന്ന് പറയുന്നത് 0 ആണ് വരിക. അതായത് മീൻ സീ ലെവലൊക്കെ അനുസരിച്ച് ഡാറ്റം 0 ആണ് വരിക. നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡാറ്റം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതൊരു ആർബിട്രറി ലെവൽ സർഫസ് ആണ്. പിന്നെന്താണ്? വിച്ച് ഈസ് ദ എലിവേഷൻ ഓഫ് പോയിൻറ്റ്സ്. ഓക്കെ, ദെൻ അടുത്തത് മീൻ സീ ലെവൽ. മീൻ സീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് സീ ഫോർ ഓൾ ദ സ്റ്റേജസ് ഓഫ് ടൈഡ്സ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ ദ ആവറേജ് ഹവേർലി ടൈഡ് ഹൈറ്റ് ഓവർ എ പീരിയഡ് ഓഫ് 19 years. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഡാറ്റം എന്ന് പറയുന്നത് നമ്മളെ ഒരു റെഫറൻസ് ലൈനാണെന്നുള്ളത്. അതുപോലെ തന്നെയുള്ള റെഫറൻസ് ലൈനാണ് ഈ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ഈ മീൻ സീ ലെവൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 19 yearsോളം സീലുള്ള
ടൈഡ്സിൻ്റെ ഹൈറ്റ് നോക്കി അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ മീൻ സീ ലെവൽ കാണുക. MSL എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ MSL എന്ന് പറഞ്ഞായിരിക്കും ഇത് തരുന്നുണ്ടാവുക. മീൻ സീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് പോയിൻ്റ് തന്നെയാണ്. അടുത്തത് എലിവേഷൻ ഓർ റെഡ്യൂസ്ഡ് ലെവൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. എലിവേഷൻ ഓർ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് എനി പോയിൻ്റ് എബവ് ഓർ ബിലോ ഓഫ് എനി ഡാറ്റ. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡാറ്റത്തിൽ നിന്നും മേളിലോട്ടോ അല്ലെങ്കിൽ താഴെയോട്ടോ ഉള്ള അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തിനെ നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയും. ഓക്കെ, ഈ എലിവേഷനാണ് നമ്മൾ ലെവലെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പറയുന്ന മറ്റൊരു പേരാണ് റെഡ്യൂസ്ഡ് ലെവൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റെഡ്യൂസ്ഡ് ലെവൽ എന്നാണ്. ദീസ് ആർ ദ ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ്. ക്ലിയർ? ദെൻ ലെവലിങ്ങിൽ യൂസ് ചെയ്യുന്ന ടേംസിന് ഒന്നും കൂടെ ഉള്ളൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അധികം കൊടുത്തിട്ടുള്ളത്. ഹൊറിസോണ്ടൽ കാണിച്ചു തരാം. ഇത് നമ്മൾ ജിയോയിഡ്, അതായത് എർത്തിൻ്റെ സർഫസ് വരുന്നത്, അതിന് പാരലലായിട്ടുള്ള ലെവൽ സർഫസ് വരച്ചത്. ഈ ലെവൽ സർഫസിലൂടെ വരയ്ക്കുന്ന ലൈനിനെ നമ്മൾ ലെവൽ ലൈന് എന്ന് പറഞ്ഞതാണ് ഇത്. അതേപോലെ തന്നെ നമ്മളെ ഇതിപ്പോൾ ഇത് നമ്മളെ സർഫസ് ആണ്. അതിൽ വരുന്ന ടാൻജൻഷ്യലായി വരച്ച ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. ഇത് ജിയോയിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നർ പോർഷനാണ്. എർത്തിൻ്റെ സർഫസ് വരിക ഏകദേശം ഷേപ്പ് ഇതായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഭാഗത്ത് വരയ്ക്കുന്ന ലെവൽ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ടാൻജൻഷ്യലായിട്ട് വരുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതേമാതിരി ഹൊറിസോണ്ടൽ ലൈൻസൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത എന്താണ്, നമ്മൾ സം അതർ ടേംസ് ഇൻ ലെവലിംഗ് ആണ് പറയാൻ പോണത്. അതിൽ നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചു. ഏതൊക്കെയാണ്? ഡാറ്റം, റെഡ്യൂസ്ഡ് ലെവൽ, മീൻ സീ ലെവൽ. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നൊരു ടേമാണ് ബെഞ്ച് മാർക്ക്. വാട്ട് യു മീൻ ബൈ ബെഞ്ച് മാർക്ക്? ബെഞ്ച് മാർക്ക് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും, പക്ഷേ എന്താണെന്നുള്ളത് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എന്താണ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ റെഡ്യൂസ്ഡ് ലെവലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് റെഫറൻസ് പോയിൻ്റ് ഓഫ് നോൺ എലിവേഷൻ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡാറ്റം പറഞ്ഞപ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആർബിട്രറി ലെവലിങ്ങിൻ്റെ ആർബിട്രറി എന്നുള്ള ആ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്തു. ഇവിടെ ഞാൻ അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ നോൺ എലിവേഷൻ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ബെഞ്ച് മാർക്ക്? ഇറ്റ് ഈസ് എ ഫിക്സ്ഡ് റെഫറൻസ് പോയിൻ്റ് ഓഫ് നോൺ എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റ. ഡാറ്റത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നോൺ ആയിട്ടുള്ള എലിവേഷൻ, ഇതും ഒരു ടൈപ്പ് ഓഫ് ഡാറ്റമാണ്. പക്ഷേ ഡാറ്റ എപ്പോഴും നോൺ എലിവേഷൻ ആയിരിക്കണം എന്നില്ല നമ്മൾ ഡാറ്റം എന്ന് പറയുന്നത്. പക്ഷേ നോൺ എലിവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ബെഞ്ച് മാർക്കാണ്. ക്ലിയർ? ഇതാണ് ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്കിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഈ ടേം അറിഞ്ഞിരിക്കാം. അടുത്തത് പറയുന്നത് ലൈൻ ഓഫ് കൊളിമേഷൻ. ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന എല്ലാ ടേംസും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങൾ കേൾക്കുന്ന പോലെ ഉണ്ടാവും. എന്നിരുന്നാലും വേണ്ടിയില്ല, നമ്മൾ ഓരോരോ ടേംസിന് ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം കേട്ടാലും, ഇപ്പോൾ നിങ്ങൾ മറ്റേത് സബ്ജക്റ്റ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ ഓരോ ടേംസിന് നിങ്ങൾ ഡെഫിനീഷൻസ് പഠിക്കുന്നില്ലേ? ഇല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾക്ക്. അതുപോലെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ലെവലിംഗ് എന്ന സബ്ജക്റ്റിലുള്ള കുറച്ച് ടേംസ് ആണ് എന്ന് മനസ്സിലിരുത്തിയിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതൊന്നും കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് നിങ്ങളിത് കാണാപ്പാഠം പഠിച്ചോ, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് എയേഴ്സ് ഓഫ് ഡയഫ്രം ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ക്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. അപ്പോൾ എന്താണ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്നുള്ള ഈ ഡെഫിനിഷൻ കൊണ്ട് മാത്രം മനസ്സിലാവില്ല. ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇതെൻ്റെ ഒരു ടെലസ്കോപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതുവഴിയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവഴി നോക്കുമ്പോൾ ഇതിൽ കൂടെ എൻ്റെ ഐസൈറ്റ് പാസ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റിലോട്ട് അങ്ങനെ അങ്ങ് പോവല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്നത് നോക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ക്രോസ് എയർ ഉണ്ടാവില്ലേ, ഇവിടെ ഒരു ലെൻസ് ഉണ്ടാവും, ഇവിടെ ഒരു ലെൻസ് ഉണ്ടാവും. ഇതിൻ്റെ ടെലസ്കോപ്പോ മൈക്രോസ്കോപ്പോ എന്തെങ്കിലും സംഭവമാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ലെൻസ് വഴി നോക്കുകയാണ്. എന്നിട്ട് ഈ ലെൻസ് വഴിയാണ് എൻ്റെ ഐസൈറ്റ് പാസ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ
ഈ ക്രോസ് എയറിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒബ്ജക്റ്റ് ഗ്ലാസ്, അതായത് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്ന ഈ ഗ്ലാസ്സിലോട്ടൊരു ലൈൻ വരച്ച് അതെന്താണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഒബ്ജക്റ്റിലോട്ട് പോവുകയല്ലേ ചെയ്യുക. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരച്ച് പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇത് ഞാൻ നോക്കാൻ പോകുന്ന എൻ്റെ ലെവലിംഗ് സ്റ്റാഫൊക്കെ ഉള്ള ഒബ്ജക്റ്റിൻ്റെ ഭാഗം എന്ന് വിചാരിക്കൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. ക്ലിയർ, ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ ലെൻസിനൊരു ഒരു ക്രോസ് എയർ ഉണ്ട്, ഈ ലെൻസിനൊരു ക്രോസ് എയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുവാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഐസൈറ്റ് ഈ ക്രോസ് എയറിൽ മുട്ടി. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് ഈ ഒബ്ജക്റ്റ് ഇത് നമ്മളെ, നിങ്ങൾക്ക് ടെലിസ്കോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ, മീൻസ് മൈക്രോസ്കോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ. എങ്ങനെയാണ് നമ്മൾ കണ്ണ് യൂസ് ചെയ്ത് നോക്കുന്ന ഭാഗം ഐ പീസ്, ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുന്ന ഭാഗം ഒബ്ജക്റ്റീവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയില്ലേ. അപ്പോൾ ഈ ഐ പീസിൻ്റെ ഇവിടെയുള്ള ഈ ക്രോസ് എയർ ഉണ്ടാവുമല്ലോ, ഇതിൽ നിന്ന് വരുന്ന എൻ്റെ ഐസൈറ്റ് ഈ ഒബ്ജക്റ്റീവിലുള്ള ക്രോസ് എയറിൽ മുട്ടിയിട്ട് കണ്ടിന്യൂ ചെയ്ത് ഈ ഒബ്ജക്റ്റിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ മുതൽ കണ്ടിന്യൂ ചെയ്ത് ഇതുവരെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നൊരു ലൈൻ വരച്ചില്ലേ, വരച്ചു. അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇറ്റ് ഈസ് എ ലൈൻ ജോയിനിങ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ക്രോസ് എയേഴ്സ് ഓഫ് ഡയഫ്രം ടു ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ഒബ്ജക്റ്റ് ഗ്ലാസ് ആൻഡ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലൈൻ ഓഫ് സൈറ്റ്. ഇനി അടുത്ത എന്താണ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ദ എലിവേഷൻ ഓഫ് ലൈൻ ഓഫ് കൊളിമേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം. അതെന്താണ്, നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലെവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഞാനൊരു ഡംബി ലെവലോ അല്ലെങ്കിൽ വൈ ലെവലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് കൊളിമേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ നീണ്ട് പോണ സംഭവമാണെന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ദ എലിവേഷൻ ഓഫ് ലൈൻ ഓഫ് കൊളിമേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം. ഇതിൻ്റെ ഈ ഹൈറ്റ്, നമ്മളെ ഡാറ്റത്തിൽ നിന്നുള്ള ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റിനെയാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി അടുത്തത് ബാക്ക് സൈറ്റ്. എന്താണ് ബാക്ക് സൈറ്റ്? അത് വേർഡ് ബൈ വേർഡ് നോക്കൂ നിങ്ങളൊന്ന്. ബാക്ക് സൈറ്റ്, ബാക്ക് എന്ന് പറഞ്ഞാൽ പുറക്, സൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക അല്ലേ. ഇറ്റ് ഈസ് എ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ അറ്റ് എ നോൺ എലിവേഷൻ. അതായത് നമ്മൾ ബാക്ക് സൈറ്റ് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റ് നോൺ എലിവേഷൻ ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ആഫ്റ്റർ സെറ്റപ്പ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ലെവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് ലെവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡംബി ലെവലോ അങ്ങനെ എന്തെങ്കിലും ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ സെറ്റപ്പാക്കി. ഈ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് എടുക്കുന്നത് ഏത് സൈറ്റാണെങ്കിലും അതിനെ നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയും. ക്ലിയർ. ഇപ്പോൾ അത്രയും അറിഞ്ഞിരുന്നാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയറായി ബാക്ക് സൈറ്റിൻ്റെ ഡെഫിനേഷൻ പഠിക്കും. അപ്പോൾ ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ അറ്റ് എ നോൺ എലിവേഷൻ. സ്റ്റാഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് എടുക്കുന്ന റീഡിംഗ് എന്നല്ല കേട്ടോ അർത്ഥം. ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായിരിക്കും നമുക്ക് ലെവൽ അറിയേണ്ട ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അതിലെടുക്കുന്ന റീഡിങ്ങിനെയാണ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിമ്പോൾ നമ്മൾ സ്കെയിൽ പോലെ ഇങ്ങനെ ബ്ലാക്ക് വൈറ്റിലും ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് റീഡിങ്സിലായിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഇടയിൽ റെഡ് റീഡിങ്സ് ഉണ്ടാവും. അതാണ് ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിത് കേൾക്കൂ. ഇറ്റ് ഈസ് എ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ അറ്റ് എ നോൺ എലിവേഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ആഫ്റ്റർ സെറ്റപ്പ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം എടുക്കുന്ന സൈറ്റിനെയാണ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് സീ ലെവലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 19 ഇയേഴ്സ് അതിൻ്റെ വേവ്സ്, അതായത് ടൈഡ്സ് ആവറേജ് ഹൈറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക എന്നുള്ളത്. അത് ജസ്റ്റ് പിക്ചറൈസ് ചെയ്തതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല, വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ദെൻ അടുത്ത സം ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ്. ഓക്കെ, സം അതർ ടേംസ്. നമ്മൾ ബാക്ക് സൈറ്റ് പറഞ്ഞ് നിർത്തി. അടുത്ത നമ്മൾ ഫോർ സൈറ്റ് ആണ് പറയുന്നത്. എന്തായിരിക്കും അപ്പോൾ ഫോർ സൈറ്റ്? ഓക്കെ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഡിനോട്ടിങ് ദ ഷിഫ്റ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റ് അതായത് ലെവലിംഗ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ആ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും അടുത്ത ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ലാസ്റ്റത്തെ ലെവലിംഗ് സ്റ്റാഫ് റീഡിംഗ് ഇല്ലേ, അതിനെയാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റീഡിങ്ങും ഫോർ സൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് റീഡിങ്ങും. തൽക്കാലം അത്രയും ഓർത്തിരുന്നാൽ മതി. പിന്നെ ഓർത്തിരിക്കേണ്ട പോയിന്റ് നോൺ എലിവേഷൻ ആണെന്നുള്ളത്. ഓക്കെ,
ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻറ്റർമീഡിയറ്റ് സൈറ്റ്. ഈ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും അറിയുന്ന ഒരാൾക്ക് ഇൻറ്റർമീഡിയറ്റ് സൈറ്റ് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ ഓർക്കുക, എന്തായിരിക്കും അപ്പോൾ ഇൻറ്റർമീഡിയറ്റ് സൈറ്റ്? ഇൻറ്റർമീഡിയറ്റിൽ വരുന്ന സൈറ്റ് ഏതിൻ്റെ ഇൻറ്റർമീഡിയറ്റ്സിൽ വരുന്നത്? ഫസ്റ്റിൻ്റെ ലാസ്റ്റിൻ്റെ അല്ലേ? അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് എ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ പോയിൻറ്റ് ഹൂസ് എലിവേഷൻ ഈസ് ടു ബി ഡിറ്റർമൈൻഡ്. അതിൻ്റെ എലിവേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. പോരാത്തതിന് ഓൾ സ്റ്റാഫ് റീഡിംഗ് ബിറ്റ്വീൻ ബി എസ് ആൻഡ് എഫ് എസ്. എന്താണ് ബി എസ് ആൻഡ് എഫ് എസ്? ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. അപ്പോൾ ഇനി എവിടെ ബി എസ് ആൻഡ് എഫ് എസ് കണ്ടാലും നിങ്ങൾ എന്ത് പറയണം? ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇൻറ്റർമീഡിയറ്റ് സൈറ്റിന് എന്താണ് പറയുന്നത്? ഐ എസ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. ഫോർ സൈറ്റിന് എഫ് എസ്, ഇൻറ്റർമീഡിയറ്റ് സൈറ്റിന് ഐ എസ്, ബാക്ക് സൈറ്റിന് ബി എസ്. ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ചേഞ്ച് പോയിൻ്റ്. ഇനി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ എന്തായിരിക്കും ചേഞ്ച് പോയിൻ്റ് എന്ന് പറയുന്നത്? അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സി പി എന്നല്ല കേട്ടോ, ടി പി എന്നാണ്. ട്രാൻസ്ഫറിങ് പോയിൻ്റ് എന്നോ ഒക്കെ പറയാം. ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓൺ വിച്ച് ബോത്ത് ഫോർ ആൻഡ് ബാക്ക് സൈറ്റ് ആർ ടേക്കൺ. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് ബാക്ക് സൈറ്റും ഫോർ സൈറ്റും എടുക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓൺ വിച്ച് ബോത്ത് ഫോർ ആൻഡ് ബാക്ക് സൈറ്റ് ആർ ടേക്കൺ. ആ പോയിൻ്റ് നമ്മൾ ചേഞ്ച് പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, രണ്ട് സൈറ്റും നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചേഞ്ചിങ് പോയിൻ്റ് എന്ന് പറയും. അതെപ്പോഴാണ് നമുക്ക് ഒരു പോയിന്റിൽ നിന്നും ലാസ്റ്റത്തെ റീഡിങ്ങും ഫസ്റ്റത്തെ റീഡിങ്ങും എടുക്കാൻ കഴിയുക? പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം, മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ ഒരു പ്ലേസിൽ റീഡിങ് എടുക്കുകയാണ്, മീൻസ് ലെവലിംഗ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എ എന്നുള്ള പോയിൻറ്റും ബി എന്നുള്ള പോയിൻറ്റും വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് എടുക്കണം. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്നും ബി എന്നുള്ള പോയിന്റിലോട്ട് പോയിന്റ് വരെയുള്ളത് എടുക്കണം. ഫസ്റ്റ് ഞാൻ എ എന്നുള്ള സ്റ്റേഷനിൽ വെച്ചു. എ എന്നുള്ള സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ റീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എടുക്കുന്ന റീഡിങ് മീൻസ് എൻ്റെ ബാക്ക് സൈറ്റ് ആയിരിക്കും. എൻ്റെ റീഡിങ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കുന്ന റീഡിങ് അതിൻ്റെ എന്തായിരിക്കും? ഫോർ സൈറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് ചേഞ്ച് ചെയ്യേണ്ട പോയിൻ്റ് ആവുമ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് എടുക്കേണ്ടി വരികയാണ്. ഓക്കെ, അങ്ങനത്തെ പോയിൻറ്റ്സിന് നമ്മൾ ചേഞ്ചിങ് പോയിൻ്റ് എന്ന് പറയും. മനസ്സിലായിട്ടില്ലെങ്കിലും സാരമില്ല, ഒരു കുഴപ്പമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരും മിസ് കേട്ടോ. ഇനി ഇത് ആ ടേംസിനെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തതാണ്. നിങ്ങൾ വലിയ മൈൻഡ് ചെയ്യണമെന്നില്ല, കാരണം ഇത് പ്രോബ്ലം ഒന്നും ചെയ്യാതെ ഇതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിൽ ഫോർ സൈറ്റും ബാക്ക് സൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണം. വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഒന്നും ചെയ്യണ്ട. ഇനി നമ്മൾ ലെവലിങ്ങിന് എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വൈ ലെവലാവാം, അങ്ങനത്തെ കുറേ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതൊന്ന്. പിന്നെ അടുത്ത ലെവലിംഗ് സ്റ്റാഫ്. ഇതിൽ ഈ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ ഈ ലെവലിംഗ് സ്റ്റാഫാണ് ഈ കാണിച്ചേക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളെ എന്ത് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ക്ലിയർ ആയോ? ദെൻ അടുത്തത് പറയാൻ പോകുന്നത് നമ്മളെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്, അതിലെ ടൈപ്സിനെ കുറിച്ചാണ്. ലെവൽ ആൻഡ് ടൈപ്സ് ഓഫ് ലെവൽ. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫർണിഷ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഫോർ ഒബ്സർവിങ് സ്റ്റാഫ് റീഡിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് റെഡ്യൂസ് ലെവൽസ്. ഇതൊന്നുമില്ല, നമ്മളെ ഇൻസ്ട്രുമെൻസിൽ നമ്മളെ ഫസ്റ്റത്തെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ലെവലിംഗ് സ്റ്റാഫ് അല്ലാത്തൊരു ലെവൽ എന്ന് പറഞ്ഞില്ലേ, ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതിനെ നമ്മൾ ലെവലിനെ വിളിക്കുള്ളൂ. ആ ഇൻസ്ട്രുമെൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഫർണിഷ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഫോർ ഒബ്സർവിങ് സ്റ്റാഫ് റീഡിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് റെഡ്യൂസ്ഡ് ലെവൽസ് അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കുക, ഇതാണ് എൻ്റെ ഞാൻ വൈ ലെവലാണ് എടുത്തതെന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വ്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഈ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തത്? എന്നുവെച്ചാൽ ഈ ലെവലിംഗ് സ്റ്റാഫിലുള്ള ഈ റീഡിംഗ് എടുക്കാനല്ലേ ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയാലും? ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫർണിഷ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഫോർ ഒബ്സർവിങ് സ്റ്റാഫ് റീഡിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് റെഡ്യൂസ്ഡ് ലെവൽസ്. റെഡ്യൂസ്ഡ് ലെവൽസ് എന്ന് പറഞ്ഞാൽ എലിവേഷൻ ആണ് നമ്മൾ മുന്നേ പറഞ്ഞു. ആ എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഈ പോയിന്റിലെ ലെവലാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റാണ് നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഇതായിരിക്കും നമ്മളെ ഇതിലൂടെ നോക്കുമ്പോൾ ഈ സ്കെയിലുമ്പോൾ നേരെ കാണുന്ന, അല്ലെങ്കിൽ ലെവലിംഗ് സ്റ്റാഫിൽ നേരെ കാണുന്ന റീഡിംഗ് ആയിരിക്കും നമ്മളെ ലെവലിംഗ്. ഓക്കെ, ഇനി സം ടൈപ്സ് ഓഫ് ലെവലിംഗ്. കുറച്ച് ലെവലിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഒന്നിൻ്റെ പേര് ഡംബി ലെവൽ,
ടിൽറ്റിംഗ് ലെവൽ, വൈ ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ. നാലിൻ്റെയും പേര് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡംബി ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, വൈ ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ. ദെൻ എന്താണ് ഡംബി ലെവൽ? ഡംബി ലെവലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നോളൂ. ഇറ്റ് ഈസ് സിമ്പിൾ, കോമ്പാക്റ്റ് ആൻഡ് സ്റ്റേബിൾ ഇൻസ്ട്രുമെൻറ്റ്. സിമ്പിളാണ്, കോമ്പാക്റ്റ് ആണ്, പോരാത്തതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതുമുള്ള ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ 3 ട്രിപ്പോയിഡുള്ള അതിൻ്റെ ട്രിപ്പോയിഡാന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ട്രിപ്പോയിഡാന്ന് വിചാരിക്കുക. ട്രിപ്പോയിഡ് എന്താണെന്ന് പറഞ്ഞേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ പ്ലെയിൻ ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്, ഈ ടെലസ്കോപ്പ് ഇതിൽ റിജിഡ്ലി ഫിക്സ്ഡ് ആയിരിക്കും. മീൻസ് നമ്മളെ ഡംബി ലെവലിൻ്റെ ടെലസ്കോപ്പ്. ഹെൻസ് ഇറ്റ് കനോട്ട് ബി റൊട്ടേറ്റഡ് അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് എന്ത്, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? അപ്പോൾ ഡംബി ലെവൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? വിച്ച് ഈസ് സിമ്പിൾ, കോമ്പാക്റ്റ് ആൻഡ് സ്റ്റേബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇത് സപ്പോർട്ട്സിൽ റിജിഡി ഫിക്സ്ഡിലാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി റൊട്ടേറ്റഡ് അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സസ്. ഓക്കെ, ഇനി ഈ കാണിച്ചേക്കുന്നതാണ് നമ്മളെ ഡംബി ലെവൽ. വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് കാണിച്ചതെന്നാണ്. ഇതാണ് നമ്മൾ ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കും, ഒരു സൈഡിൽ നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഞാൻ IPSൻ്റെ ഒബ്ജക്റ്റീവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ. എന്നിട്ട് ഇതാണ് നമ്മളെ സപ്പോർട്ട്. ഈ സപ്പോർട്ടിൻ്റെ ഇവിടെ ഈ 3 ത്രികോണം പോലെ ഇരിക്കുന്ന ഒരു ഭാഗമല്ലേ, ഇതിവിടെ അങ്ങ് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളിതുമ്പോൾ നോക്കും. ക്ലിയർ? ഇതാണ് ഡംബി ലെവൽ. മറ്റൊരു ഡംബി ലെവലിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടിൽറ്റിംഗ് ലെവലാണ്. എന്തായിരിക്കും ടിൽറ്റിംഗ് ലെവൽ? ടിൽറ്റ് ചെയ്യുക. ടിൽറ്റിംഗ് ലെവൽ പറഞ്ഞാൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് IOP ലെവൽ. എന്താണ് IOP? ഇന്ത്യൻ ഓഫീസ് പാറ്റേൺ. അപ്പോൾ ടിൽറ്റിംഗ് ലെവലിൻ്റെ മറ്റൊരു പേരാണ് IOP, അതായത് ഇന്ത്യൻ ഓഫീസ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ടെലസ്കോപ്പ് ടിൽറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ടിൽറ്റിംഗ് ലെവൽ. അപ്പോൾ നമ്മൾ ഡംബി ലെവലിൻ്റെ എന്തായിരുന്നു, അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ് എന്താണ്, അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ? ഇനി ഇതൊരു ടിൽറ്റിംഗ് ലെവലാണ്. ഇത് നമുക്ക് എന്താണ്, റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വൈ ലെവലാണ്. വൈ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? The essential difference between Y level and other level is that in Y level the telescope is carried by 2 vertical Y supports. ഇതിൽ ടെലസ്കോപ്പിന് 2 വേർട്ടിക്കൽ Y സപ്പോർട്ട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ടെലസ്കോപ്പ് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, മൂവ്ഡ് ഓർ ഈവൻ റേസ്ഡ് ഇൻ വൈസ്. ഇത് നമുക്ക് വേറെ ഏത് രീതിയിലും മൂവ് ചെയ്യാം. പോരാത്തതിന് ഈ Y സപ്പോർട്ടിൽ നമുക്ക് റൈസ് ചെയ്യുകയും ചെയ്യാം, പൊക്കുകയും ചെയ്യാം. അപ്പോൾ വൈ ലെവലിൽ എന്തൊക്കെയാണ് പറ്റുക, 2 Y സപ്പോർട്ട്സിലാണ് ഇരിക്കുന്നത്. പോരാത്തതിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും, മൂവ് ചെയ്യാൻ കഴിയും. ഇതിനെന്താണ്, നമുക്ക് പൊക്കാനും കഴിയും. ക്ലിയർ? ഇനി കാണിച്ചേക്കുന്ന ഒരു വൈ ലെവലാണ്. വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഇത് വൈ ലെവലാണ്. ഇതാണ് ഒരു Y സപ്പോർട്ട്, ഇതാണ് ഒരു Y സപ്പോർട്ട്. ഇതിലെന്താണ്, നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് Y ലെവൽ. അടുത്തത് പറയാൻ പോകുന്ന ലെവലാണ് ഓട്ടോമാറ്റിക് ലെവൽ. എന്താണ് ഓട്ടോമാറ്റിക് ലെവൽ? ഇതിൽ കുറേ പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് അലൈനിങ് ലെവൽ. ഇറ്റ് ഈസ് എ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്. ഇത് റീസെൻ്റായിട്ട് കണ്ടുപിടിച്ച ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഓട്ടോമാറ്റിക് ലെവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മാനുവലി അല്ല ഇതിൻ്റെ ലെവലിംഗ് നടക്കുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഇൻക്ലിനേഷൻ കോമ്പൻസേറ്റിംഗ് ഡിവൈസ്. ഈ പോയിൻ്റ് ഓർത്തിരുന്നാൽ മതി, ഇൻക്ലിനേഷൻ കോമ്പൻസേറ്റിംഗ് ഡിവൈസ്. ഇങ്ങനെ ഓർക്കുക. ഓട്ടോമാറ്റിക് ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും അതിൽ ലെവലിംഗ് കിട്ടുന്നുണ്ടാവുക, ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കില്ല. ക്ലിയർ? ദെൻ അടുത്തത് ഇതൊരു ഓട്ടോമാറ്റിക് ലെവലിങ്ങിൻ്റെ ഫിഗറാണ്. ഇതിലെന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് റീഡിങ് വരും. നമ്മൾ വ്യൂ ചെയ്താൽ മാത്രം മതി. ആ ലെവൽ ആ റീഡിങ് എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതൊരു ഓട്ടോമാറ്റിക് ലെവലിൻ്റെ പാർട്സ് കാണിച്ചതാണ്. വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഇതിൽ ഈ ഭാഗം നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള നോബാണ്. ഇവിടെ എന്താണ്, ഒരു ക്രോസ് എയർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഇതിനെ നമ്മൾ കൊളിമേറ്റർ എന്ന് പറയും.
അതിൻ്റെ മുകളിലുള്ള പോർഷൻ. ഇവിടെ മാഗ്നിഫിക്കേഷൻ, അതായത് ലെൻസ് മാഗ്നിഫൈ ചെയ്യുക ഈ നോബ് യൂസ് ചെയ്തിട്ടായിരിക്കും. പിന്നെന്താണ്, ടെലസ്കോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് സൺഷെയ്ഡ്. ഇവിടെ ഇതുവഴിയാണ് നമ്മൾ ഒബ്ജക്റ്റ് വ്യൂ ചെയ്യാൻ പറ്റുക. ഇതിനൊരു സൺഷെയ്ഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഹൊറിസോണ്ടൽ ഡ്രൈവ് സ്ക്രൂ ആണ്, എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതതിൻ്റെ ഹൊറിസോണ്ടൽ സർക്കിളാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് ലെവലിംഗ് പോസിബിൾ ആവുന്നതിൻ്റെ കാര്യമാണ് പറയണത്. ഇതാണ് നമ്മളെ ഐ പീസ് ലെൻസ്. ഓക്കെ, ഇവിടെ ഒരു ഫിക്സ്ഡ് പ്രിസം ഉണ്ട്. ഇവിടെ ഒരു കാണാം, ഇതാണ് നമ്മളെ ഒരു കോമ്പൻസേറ്റർ മെക്കാനിസത്തിനെ പറ്റി പറഞ്ഞല്ലേ. ഇവിടെയാണ് കോമ്പൻസേറ്റർ മെക്കാനിസം നടക്കുന്നത്. ഇവിടെ ഒരു ഫിക്സ്ഡ് പ്രിസം ഉണ്ട്. പിന്നെ അതേമാതിരി ഇവിടെ ഒരു പെൻഡുലം പ്രിസം ഉണ്ട്. ഇവിടെ ഒരു ഫിക്സ്ഡ് പ്രിസം ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ലെൻസ് ഫോക്കസ് ചെയ്യും. ലെൻസ് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈറ്റ് ഓഫ് റേ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മളെ ഒബ്ജക്റ്റ് ലെൻസ്. അപ്പോൾ ഇവിടെ നമ്മളെ ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഉള്ള റേസ് ഇങ്ങോട്ട് വരും. ദെൻ ഫോക്കസിങ് ലെൻസിലോട്ട് എത്തിയിട്ട് ഇവിടുന്ന് ആ ഒബ്ജക്റ്റ് പ്രോപ്പർലി ഫോക്കസ്ഡ് ആവും. ദെൻ എന്തിലെത്തും, ഫിക്സ്ഡ് പ്രിസത്തിൽ നിന്ന് ഒരു ഇമേജ് പെൻഡുലം പ്രിസത്തിലെത്തും. പെൻഡുലം പ്രിസമാണ് അതിൻ്റെ റിഫ്രാക്ഷൻ എവിടെ, ഫിക്സ്ഡ് പ്രിസത്തിൽ ഉണ്ടാക്കുന്നത്. ഈ ഫിക്സ്ഡ് പ്രിസത്തിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ മൂന്നും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഇമേജാണ് നമുക്ക് ഐ പീസിലൂടെ കാണുന്നത്. ഐ പീസിൻ്റെയും ഇതിൻ്റെയും നടുക്ക് എന്താണ്, ഒരു റെറ്റിക്കുലേറ്റർ ഉണ്ട്. റെറ്റിക്കുലേറ്റർ മീൻസ് ആ വ്യൂ കൺട്രോൾ ചെയ്യാനുള്ള ഒരിതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോമ്പൻസേറ്റർ മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചോളാം കേട്ടോ. ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു ഇൻസ്ട്രുമെൻ്റാണ് ലെവലിംഗ് സ്റ്റാഫ്. എന്താണ് ലെവലിംഗ് സ്റ്റാഫ്? ലെവലിംഗ് സ്റ്റാഫ്സ് ആർ സ്കെയിൽസ് ഓൺ വിച്ച് ദീസ് ഡിസ്റ്റൻസസ് ആർ മെഷേർഡ്. നമുക്ക് എന്താണ്, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവലിംഗ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. ലെവലിംഗ് സ്റ്റാഫ് സാധാരണ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സെൽഫ് റീഡിങ്ങും പിന്നെ ഒന്ന് ടാർഗറ്റ് സ്റ്റാഫും. ഇനി നമുക്കത് എന്താണെന്ന് പറയാം. ഇത് പല ടൈപ്പ് ലെവലിംഗ് സ്റ്റാഫുകളാണ് കാണിച്ചിട്ടുള്ളത്. ഈ കാണിച്ചേക്കുന്നത് മുഴുവൻ ഓരോ ടൈപ്പ് ഓഫ് ലെവലിംഗ് സ്റ്റാഫാണ്. ഈ ടൈപ്പാണ് നമ്മളെ കോളേജിലുള്ളത്. ഇത് എല്ലാം പല ടൈപ്പ് ഓഫ് ലെവലിംഗ് സ്റ്റാഫുകളാണ്. ഓക്കെ, ഇനി എന്താണ് സെൽഫ് റീഡിംഗ് സ്റ്റാഫ്? ദ സെൽഫ് റീഡിംഗ് സ്റ്റാഫ് ക്യാൻ ബി റീഡ് ഡയറക്ട്ലി ബൈ ദ ലെവൽ മാൻ. എന്ന് വെച്ചാൽ നമ്മൾ നോക്കി അതിൻ്റെ ആ റീഡിങ് എത്രയാണെന്നുള്ളത് നമ്മൾ വായിച്ചെടുത്തിട്ട് എഴുതുക. ഇത് കോമൺ ടൈപ്സ് ഓഫ് സെൽഫ് റീഡിംഗ് സ്റ്റാഫ്സ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി സ്റ്റാഫ് ഉണ്ട്, സ്റ്റോപ്പ് വിത്ത് ടെലസ്കോപ്പിക് സ്റ്റാഫ് ഉണ്ട്, ഫോൾഡിംഗ് സ്റ്റാഫ് ഉണ്ട്. ഇതിൽ ടൈപ്സ് ഓഫ് ലെവലിംഗ് സ്റ്റാഫൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിൽ ഓർഡിനറി സ്റ്റാഫ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഓർഡിനറി സ്റ്റാഫാണ്. ദ വൺ ലെങ്ത് സ്റ്റാഫ് ഈസ് സോളിഡ് ആൻഡ് മെയ്ഡ് ഓഫ് സീസൺഡ് വുഡ്. അത് അപ്പോൾ നമ്മൾ നല്ല സീസൺഡ് വുഡ് കൊണ്ടാണ് ഈ സ്റ്റാഫ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതിന് 3 മീറ്റർ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലസ്കോപ്പിക് സ്റ്റാഫിലുള്ള അതേപോലെ തന്നെ ആയിരിക്കും ഇതിൽ റീഡിങ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? ഇനി അടുത്ത് പറയുന്നത് ഫോൾഡിംഗ് സ്റ്റാഫാണ്. ആദ്യം ഞാൻ ഫോൾഡിംഗ് സ്റ്റാഫ് എന്താണെന്ന് കാണിച്ചു തരാം, എന്നിട്ട് പറയുന്നതാവും കുറച്ചുകൂടെ നന്നാവുക. ഇതാണ് നമ്മളെ ഫോൾഡിംഗ് സ്റ്റാഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലെവലിംഗ് സ്റ്റാഫ് മടക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഫോൾഡിംഗ് സ്റ്റാഫ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ഫോൾഡിംഗ് സ്റ്റാഫ്? ഫോൾഡിംഗ് സ്റ്റാഫ് മെയ്ഡപ്പ് ഓഫ് വെൽ സീസൺഡ് ടിമ്പറാണ്. സൈപ്രസ് ടിമ്പറാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 മീറ്റർ വുഡൻ പീസ് ഉണ്ടാവും, പിന്നെ ഒരു ജോയിൻ്റ് ഉണ്ടാകും. ഈച്ച് പീസ്, അതായത് ഓരോ പീസ് സ്റ്റാഫും മേഡപ്പ് ചെയ്തേക്കണത് എന്തുകൊണ്ടാണ്, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടാണ്. ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രിപ്സിൽ എന്തുണ്ടാവില്ല, ഒരു ജോയിൻറ്റും ഉണ്ടാവില്ല. ഇനി ആ ഫോൾഡിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റാച്ചബിൾ ടൈപ്പാണ്. പോരാത്തതിന് അതും എന്തുണ്ടാവും, ഒരു ലോക്കിംഗ് ഡിവൈസ് കൂടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഈ സ്റ്റാഫ് ജോയിൻ ചെയ്തേക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ജോയിൻ ചെയ്തേക്കണത്. ഓക്കെ, ഇനി സ്റ്റാഫിന് ഒരു ബ്രാസ് ക്യാപ്പ് ഉണ്ടാവും അതിൻ്റെ താഴെ. പോരാത്തതിന് അതിൽ 2 ഫോൾഡിംഗ് ഹാൻഡിൽസ് ഉണ്ടാകും. ആ ഹാൻഡിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പ്രിങ് ആക്ഷനും കൂടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതൊരു സർക്കുലാർ ബബിള് അതിൻ്റെ ബാക്കിൽ വരുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ സർക്കുലാർ ബബിൾസ് ഉണ്ടാവും, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് പ്രോപ്പർലി ഫോൾഡ് ചെയ്യാൻ പറ്റുക. ക്ലിയർ? ഇനി അടുത്തത് സ്റ്റോപ്പ് വിത്ത് ടെലസ്കോപ്പിക് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 3 ലെങ്ത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഫിഗർ കാണിച്ചു തരാം. ഇതാണ് സെൽഫ് റീഡിംഗ് സ്റ്റാഫിലുള്ള സ്റ്റോപ്പ് വിത്ത് ടെലസ്കോപ്പിക് സ്റ്റാഫ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെങ്ത്തിലാണ് ഉണ്ടാവുക. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ മേലെ അടുത്തത് നിൽക്കണ മാതിരി ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഫുൾ ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ടോപ്പ് പോർഷൻ സോൾഡ് ആയിരിക്കും, ഒരു സെൻട്രൽ ബോക്സ് ഉണ്ടാകും. ഓക്കെ, ഈ സ്റ്റാഫ് സാധാരണ ഉണ്ടാവുക 4 മീറ്ററിലായിരിക്കും ഈ ലെവലിംഗ് സ്റ്റാഫ് ഉണ്ടാവുക. ഈ സ്റ്റാഫ് ഗ്രാജുവേറ്റ് ചെയ്തൊക്കെ എങ്ങനെയായിരിക്കും, 5 mm സ്മോൾ
സ്മോളസ്റ്റ് ഡിവിഷൻ വരുന്ന രീതിയിലാണ് ഇത് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദ വാല്യൂ ഇൻ മീറ്റർ മാർക്ക്ഡ് ഇൻ റെഡ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ദോസ് ഇൻ ദ ഡെസിമീറ്റർ ആർ ഇൻ ബ്ലാക്ക് ഓൺ ദ റൈറ്റ്. അപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ ടൈപ്പിലാണ് നമ്മുടെ കോളേജിലുള്ള ലെവലിംഗ് സ്റ്റാഫൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ടാർഗറ്റ് സ്റ്റാഫാണ്. എന്താണ് ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ വെരി പ്രിസൈസ് വർക്ക്സ് ആൻഡ് സൈറ്റ് ടാർഗറ്റ് സ്റ്റാഫ്സ് ആർ. നല്ല പ്രിസൈസ് വർക്ക്, അതുപോലെ തന്നെ ഒരുപാട് ദൂരെയുള്ള ടാർഗറ്റൊക്കെയാണ് നമുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ടാർഗറ്റ് സ്റ്റാഫാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽമാൻ ഡയറക്റ്റായിട്ടാണ് ഇതിൽ നിന്ന് എന്തുണ്ടാവുക, റീഡിങ്സ് എടുക്കുന്നുണ്ടാവുക. ക്ലിയർ? ഇനി ഇതൊരു ടാർഗറ്റ് സ്റ്റാഫിൻ്റെ ഫിഗറാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതെന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ഇത് ടാർഗറ്റ് സ്റ്റാഫിൻ്റെ വേറൊരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. ഇതിൽ ഈ സ്റ്റാഫ് റീഡിങ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതും ആ സ്റ്റാഫിൽ നിന്ന് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ സെൻറ്റർ ലൈൻ നോക്കിയിട്ടൊക്കെയാണ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും വരയ്ക്കൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഈ ടാർഗറ്റ് സ്റ്റാഫിൻ്റെ ഈ പോർഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു വെർണിയർ ഉണ്ടാവും ടാർഗറ്റ് സ്റ്റാഫിന്, അതാണ് നമ്മൾ പ്രിസൈസ് റീഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ വെർണിയർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ക്ലിയർ? ഇതിൽ ഈ തിരിക്കാനും ഇതൊക്കെ പറ്റുന്നില്ലേ, ഈ ഭാഗത്തിനെയാണ് വെർണിയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത് പറയാനുള്ളത് ബെഞ്ച് മാർക്സിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.